ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് 5ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷിലെ നമ്മുടെ സെക്കൻഡ് യൂണിറ്റ് ദ വിങ്സ് ഓഫ് ഡ്രീംസ് ഉള്ള നമ്മുടെ 2ാമത്തെ യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. റീഡിംഗ് ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഫുൾ സ്റ്റോറി മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതും അതുപോലെ തന്നെ ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സിൻ്റെ ക്ലാസ്സാണ്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ദ ലിറ്റിൽ എൻജിൻ ദാറ്റ് കൂൾ എന്നുള്ള ചാപ്റ്ററിലെ ആക്ടിവിറ്റീസ് ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് നെക്സ്റ്റ് ഏത് ക്ലാസ് വേണമെന്നും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ എന്ത് ചെയ്യാനാണ്, ആക്ടിവിറ്റീസ് ആണ് കേട്ടോ ചെയ്യുന്നത്. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ 2ാമത്തെ യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്ററിന് ആക്ടിവിറ്റീസ് ആണ്. ഒന്നാമത്തെ ആക്ടിവിറ്റി, the little blue engine helped the little train reach the other side of the mountain. Have you ever helped someone in trouble? Write a short paragraph about your experience. അതായത് ഇവിടെ ഒരു വലിയൊരു പ്രശ്നത്തിൽ, അതായത് ഒരു ട്രബിൾ എന്ന് വെച്ചാൽ പ്രശ്നം അല്ലെ, ഒരു പ്രശ്നത്തിൽ ആയതാരാ, ലിറ്റിൽ എൻജിൻ അല്ലേ. അപ്പോൾ നമ്മുടെ ലിറ്റിൽ ട്രെയിനെ, നമ്മുടെ ലിറ്റിൽ എൻജിനെ ആരാണ് സഹായിച്ചത്, ലിറ്റിൽ ബ്ലൂ എൻജിൻ ഹെൽപ്പ് ചെയ്തു. അതായത് ലിറ്റിൽ ട്രെയിൻ ഒരു മൗണ്ടിൻ്റെ അതർ സൈഡ് പോകാൻ ബുദ്ധിമുട്ട് നിന്നപ്പോൾ ആര് സഹായിച്ചു, ലിറ്റിൽ ബ്ലൂ എൻജിൻ സഹായിച്ചു അല്ലേ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ, അതായത് ഏതെങ്കിലും നിങ്ങൾ ഇതുപോലെ ഹാവ് യു എവർ ഹെൽപ്ഡ് സംവൺ ഇൻ ട്രബിൾ, ആരെങ്കിലും ഇതുപോലെ പ്രശ്നത്തിലായിരിക്കുന്ന സമയത്ത് നിങ്ങൾ അവരെ സഹായിച്ചിട്ടുണ്ടോ, അതുപോലെ എന്തെങ്കിലും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതാണ് ഇവിടെ എഴുതാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു എക്സ്പീരിയൻസ്, നിങ്ങളുടെ ഓൺ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് എഴുതുക കേട്ടോ. Yes, I have helped someone in trouble. One day while walking home from school, I saw a little boy who had fallen off his bicycle and was crying. His knees was hurt and his books were scattered on the road. I quickly ran to help him. I picked up his books and helped him sit on a nearby bench. Then I gave him some water and called his parents using my sister's phone. ഇവിടെ എസും കൂടെ അപ്പോസ്ട്രോഫി എസ്, സിസ്റ്റേഴ്സ് ഫോൺ ആണ്. They came soon and thanked me for helping their son. I felt very happy that I could be there for someone who needed help. എന്താ ഇവിടെ പറയുന്നത്, ഇതുപോലെ ഒരു കുട്ടി ഒരാളെ ഹെൽപ്പ് ചെയ്ത കാര്യമാണ് പറയുന്നത് കേട്ടോ. ഒരു ദിവസം ഞാൻ ഇതുപോലെ സ്കൂളിലോട്ട് വാക്കിംഗ് ഹോം ഫ്രം സ്കൂൾ, വീട്ടിൽ നിന്ന് സ്കൂളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് സംഭവിച്ചു, ഞാനൊരു കുട്ടി, ഒരു ചെറിയൊരു ആൺകുട്ടി സൈക്കിളിൽ നിന്ന് വീണ് കരയുന്നത് കണ്ടു. ഹിസ് നീസ് വാസ് ഹേർട്ട് ആൻഡ് ഹിസ് ബുക്സ് വർ സ്കാറ്റേർഡ് ഓൺ ദ റോഡ്. അവന് വീണ് കാലൊക്കെ പൊട്ടിയിട്ടുണ്ട്, മുട്ടൊക്കെ പൊട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ ചെറിയ മുറിവുകളൊക്കെ ഉണ്ട്, അവൻ്റെ ബുക്കുകളൊക്കെ റോഡിലൊക്കെ ചിതറി കിടക്കുന്നുണ്ട്. ഐ ക്വിക്ലി റൺ ടു ഹെൽപ്പ് ഹിം, ഞാൻ വേഗം തന്നെ അവനെ സഹായിക്കാനായി ഓടിപ്പോയി. ഐ പിക്ക്ഡ് അപ്പ് ഹിസ് ബുക്സ് ആൻഡ് ഹെൽപ്ഡ് ഹിം സിറ്റ് ഓൺ എ നിയർ ബൈ ബെഞ്ച്. അവൻ്റെ ബുക്കൊക്കെ വേഗം എടുത്തിട്ട് അതിനുശേഷം അവനെ പിടിച്ച് എന്ത് ചെയ്തു, അടുത്തുള്ള ഒരു ബെഞ്ചിൽ കൊണ്ടുപോയി ഇരുത്തി. Then I gave him some water and called his parents using my sister's phone. എന്നിട്ട് വേഗം തന്നെ ഞാൻ കുറച്ച് വെള്ളം അവന് കുടിക്കാൻ കൊടുത്തിട്ട് എൻ്റെ ചേച്ചിയുടെ ഫോണിൽ നിന്ന് അവൻ്റെ പാരൻസിനെ വിളിച്ചു. They came soon and thanked me for helping their son. അവരുടെ മകനെ സഹായിച്ചതിന് എനിക്ക് വേഗം തന്നെ അവർ വന്നിട്ട് എനിക്ക് എന്ത് ചെയ്തു, എന്നോട് താങ്ക്സ് പറഞ്ഞു. I felt very happy that I could be there for someone who needed help. എനിക്ക് ഒരുപാട് സന്തോഷമായി, ഞാൻ ഇങ്ങനെ ഒരാളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമായി. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഒന്നാമത്തെ ആക്ടിവിറ്റിയിൽ എഴുതാൻ പറയുന്നത്. നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. ആക്ടിവിറ്റി 2, ദ ലിറ്റിൽ ട്രെയിൻ ക്യാരിഡ് മെനി തിങ്സ്, ലിസ്റ്റ് ദം ബിലോ. അതായത് നമുക്കറിയാം ലിറ്റിൽ ട്രെയിനിൽ ഒരുപാട് സാധനങ്ങൾ കൊണ്ടുപോകുന്നുണ്ട് അല്ലേ. അതായത് മൗണ്ടിൻ്റെ അതർ സൈഡിലെ ബോയ്സിനും ഗേൾസിനും വേണ്ടിയിട്ട് ഒരുപാട് സാധനങ്ങൾ ക്യാരി ചെയ്ത് പോകുന്ന ട്രെയിനാണ് നമ്മുടെ ലിറ്റിൽ ട്രെയിൻ. അപ്പോൾ എന്തൊക്കെയാണ് തിങ്സ് ടു ഈറ്റ് ആൻഡ് ഡ്രിങ്ക്, അതായത് കഴിക്കാനും കുടിക്കാനുമുള്ള സാധനങ്ങൾ എന്തെല്ലാമാണ്. തിങ്സ് ടു പ്ലേ വിത്ത്, കളിക്കുന്ന ഐറ്റംസ്, ടോയ്സ് ഒക്കെ ആയിട്ടുള്ള ഐറ്റംസ് സെക്കൻഡ് കോളത്തിൽ എഴുതേണ്ടത്. അപ്പോൾ തിങ്സ് ടു ഈറ്റ് ആൻഡ് ഡ്രിങ്ക്, കഴിക്കാനുള്ളതും കുടിക്കാനുള്ളതും എന്തൊക്കെയാണെന്നാണ് ഫസ്റ്റ് കോളത്തിൽ എഴുതേണ്ടത്. എന്തൊക്കെ എഴുതാം, ബിഗ് റൗണ്ട് ഓറഞ്ചസ്, ഫാറ്റ് റെഡ് ആപ്പിൾസ്, ലോങ് യെല്ലോ ബനാനാസ്, ഫ്രഷ് കോൾഡ് മിൽക്ക്, ലോലിപോപ്സ് ടു ഈറ്റ് ആഫ്റ്റർ ഡിന്നർ. തിങ്സ് ടു പ്ലേ വിത്ത് എന്തൊക്കെയാ, കളിക്കാനുള്ളത് ടോയ് ആനിമൽസ്, ജിറാഫ്സ്, ബേബി എലിഫന്റ്, ടെഡി ബിയേഴ്സ്, ഡോൾസ് വിത്ത് ബ്ലൂ ഐസ് ആൻഡ് യെല്ലോ ഹെയർ, ഡോൾസ് വിത്ത് ബ്രൗൺ ഐസ് വിത്ത് ബ്രൗൺ ഹെയർ, ടോയ് ക്ലൗൺ, ടോയ് ട്രക്സ്, എയർപ്ലെയിൻസ് ആൻഡ് ബോട്ട്സ്, പിക്ചർ ബുക്സ്, ഗെയിംസ് ആൻഡ് ഡ്രംസ് ടു പ്ലേ അല്ലേ. ഇതൊക്കെയാണ് കളിക്കാനുള്ള സാധനങ്ങൾ. അടുത്തത് മൂന്നാമത്തെ ആക്ടിവിറ്റി, ദ ലിറ്റിൽ ട്രെയിൻ
The little train tried hard, but her wheels just would not turn. The clown and the animals climbed out of their cars. They tried to push the little train, but she could not move. What would the little train think then? അതായത് എന്താ ഇവിടെ ചോദിച്ചിരിക്കുന്നത്, നമ്മൾ ലിറ്റിൽ ട്രെയിന് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല, ട്രക്കിൽ അങ്ങനെ അനങ്ങാണ്ട് നിൽക്കുകയാണ് അല്ലേ. അപ്പോൾ വേഗം അനിമൽസ് ക്ലൗണും എല്ലാവരും വന്ന് ശ്രമിക്കുകയാണ്, നമ്മൾ ലിറ്റിൽ ട്രെയിനെ മൂവ് ചെയ്യാൻ ശ്രമിക്കുക, നീക്കാൻ നോക്കുകയാണ്, പക്ഷെ അനങ്ങുന്നില്ല. അപ്പോൾ എന്തൊക്കെയായിരിക്കും നമ്മുടെ ലിറ്റിൽ ട്രെയിൻ ചിന്തിച്ചിട്ടുണ്ടാവുക, എന്തൊക്കെയായിരിക്കും എന്നാണ് എഴുതേണ്ടത്. അതായത് ലിറ്റിൽ ട്രെയിനിന്റെ തോട്ട്സ് ആണ് എഴുതേണ്ടത് കേട്ടോ. എന്താണ്, ആരാണ് ചിന്തിക്കുന്നത്, ലിറ്റിൽ ട്രെയിൻ അല്ലേ. Oh no, my wheels just won't turn. I am trying so hard, but I can't move even a little. The clown and the animals are pushing me, but it's no use. I feel so sad because the children on the other side of the mountain are waiting for the toys and food. I don't want to disappoint them. I wish someone could come and help me. I must not give up hope. Maybe a kind engine will come and help us reach the other side of the mountain. എന്താണ് ഇവിടെ പറയുന്നത് ലിറ്റിൽ ട്രെയിൻ? Oh no, my wheel just won't turn. എൻ്റെ വീലുകൾ അനങ്ങുന്നില്ല. I am trying so hard, but I can't move even a little. ഞാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് ചെറുതായിട്ട് പോലും ഒന്നും അനങ്ങാൻ പറ്റുന്നില്ല. The clown and the animals are pushing me, but it's no use. ക്ലൗണും അനിമൽസ് എല്ലാം എന്നെ ഉന്തുന്നുണ്ട്, പുഷ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഒരു ഉപയോഗവും ഇല്ല, അതായത് എന്ത് ചെയ്യുന്നില്ല, അനങ്ങുന്നില്ല. I feel so sad because the children on the other side of the mountain are waiting for the toys and food. എന്താ പറയണത്, അതായത് ഐ ഫീൽ സോ സാഡ്, ഒരുപാട് സങ്കടം വരുന്നു, കാരണം ആ മൗണ്ടിൻ്റെ അതർ സൈഡിലുള്ള കുട്ടികൾ ടോയ്സിനും ഫുഡിനായിട്ട് അവർ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. ഐ ഡോണ്ട് വോണ്ട് ടു ഡിസപ്പോയിന്റ് ദം, അവരെ സങ്കടപ്പെടുത്താൻ എനിക്ക് വയ്യ. ഐ വിഷ് സംവൺ കുഡ് കം ആൻഡ് ഹെൽപ്പ് മീ, ആരെങ്കിലും വന്ന് ഒന്ന് ഞങ്ങളെ സഹായിച്ചിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. ഐ മസ്റ്റ് നോട്ട് ഗീവ് അപ്പ് ഹോപ്പ്. മേ ബി എ കൈൻഡ് എൻജിൻ വിൽ കം ആൻഡ് ഹെൽപ്പ് us റീച്ച് ദ അതർ സൈഡ് ഓഫ് ദ മൗണ്ടെയിൻ. ഞാൻ തീർച്ചയായിട്ടും എൻ്റെ പ്രതീക്ഷ കൈവിടില്ല, തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു നല്ലൊരു എൻജിൻ വന്ന് ഞങ്ങളെ മൗണ്ടിന്റെ അതർ സൈഡ് എത്താൻ സഹായിക്കുക തന്നെ ചെയ്യും. ആരാണ് ഇതെല്ലാം ചിന്തിക്കുന്നത്, നമ്മുടെ ലിറ്റിൽ ട്രെയിൻ. നെക്സ്റ്റ് ആക്ടിവിറ്റി 4 ആണ്. The little blue engine helped the little train and she continued the journey. On the way, the little train happened to meet the shiny new engine. He was surprised to see the little train. What could be the conversation between the little train and the shiny new engine? എന്താ ഇവിടെ ചോദിക്കുന്നത്, നമ്മുടെ ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ നമ്മുടെ ലിറ്റിൽ ട്രെയിനെ സഹായിച്ചു. അങ്ങനെ വഴിയിൽ വെച്ച് ലിറ്റിൽ ട്രെയിൻ ആരെ കാണുകയാണ്, ഷൈനി ന്യൂ എഞ്ചിൻ. അതായത് നമ്മുടെ ലിറ്റിൽ ട്രെയിൻ ആദ്യമായിട്ട് സഹായം ചോദിച്ചത് ആരോടായിരുന്നു, ഷൈനി ന്യൂ എഞ്ചിനോടായിരുന്നു അല്ലേ. അപ്പോൾ ഷൈനി ന്യൂ എഞ്ചിനുമായി കണ്ടുമുട്ടുകയാണ്. അപ്പോൾ ഹി വാസ് സർപ്രൈസ്ഡ് ടു സീ ദ ലിറ്റിൽ ട്രെയിൻ. അപ്പോൾ ഷൈനി ന്യൂ എഞ്ചിൻ ഒരുപാട് സർപ്രൈസ് ആയി, കാരണം അവിടെ അനങ്ങാൻ പറ്റാണ്ട് നിന്ന ആളാണ് അല്ലേ, ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നു. അപ്പോൾ നീ എങ്ങനെ ഇവിടെ എത്തി എന്നുള്ളതിൽ നമ്മുടെ ലിറ്റിൽ ട്രെയിനെ കണ്ടിട്ട് ഷൈനി ന്യൂ എഞ്ചിൻ ഒരുപാട് സർപ്രൈസ് ആയി. അപ്പോൾ അവർ തമ്മിലുള്ള കോൺവെർസേഷൻ, സംഭാഷണമാണ് അവിടെ എഴുതാൻ പറയുന്നത്. ആരൊക്കെയാണ്, ലിറ്റിൽ ട്രെയിനും ഷൈനി ന്യൂ എഞ്ചിനും തമ്മിലുള്ള കോൺവെർസേഷൻ ആണ് എഴുതാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ എന്തായിരിക്കും കണ്ട ഉടനെ ഷൈനി ന്യൂ എഞ്ചിൻ ചോദിക്കുക, Hello, little train, you reached the other side. I am surprised. അപ്പോൾ ലിറ്റിൽ ട്രെയിനോട് പറയുകയാണ്, നീ അതർ സൈഡിൽ എത്തിയോ, ഞാൻ ഒരുപാട് സർപ്രൈസ് ആയി. ലിറ്റിൽ ട്രെയിൻ, yes, the kind little blue engine helped me to climb the mountain. ആര് സഹായിച്ചു എന്നാണ് പറയുന്നത്, ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ എന്നെ സഹായിച്ചു എന്ന് ആര് പറഞ്ഞു, ലിറ്റിൽ ട്രെയിൻ. ഷൈനി ന്യൂ എഞ്ചിൻ, that's great. I am sorry I didn't help you before. അപ്പോൾ നമ്മുടെ ഷൈനി ന്യൂ എഞ്ചിന് എന്താണ്, സങ്കടം വന്നിരുന്നു അല്ലേ. എന്താ പറയണത്, അത് വലിയൊരു കാര്യം തന്നെയാണ്. എന്നിട്ട് എന്ത് ചെയ്യണം, സോറി ചോദിക്കുകയാണ് അല്ലേ, ഹെൽപ്പ് ചെയ്യാൻ പറ്റാതെ പോയതിന് സോറി ചോദിക്കുകയാണ് കേട്ടോ. ആര് ചോദിക്കുകയാണ്, ഷൈനി ന്യൂ എഞ്ചിൻ. അപ്പോൾ അടുത്തത് ലിറ്റിൽ ട്രെയിൻ എന്ത് പറഞ്ഞു, that's okay. I learned that being kind and helpful is more important than being big or shiny. അപ്പോൾ ലിറ്റിൽ ട്രെയിൻ എന്ത് പറഞ്ഞു, അത് കുഴപ്പമില്ല, ഞാൻ എന്ത് മനസ്സിലാക്കി, അതെ ഭംഗിയോ വലുപ്പമോ ഒന്നുമല്ല വലിയ കാര്യം, കൈൻഡ് ആണ് ഏറ്റവും വലിയ കാര്യം എന്നത് ഞാൻ മനസ്സിലാക്കി. കൈൻഡ് ആൻഡ് ഹെൽപ്ഫുൾ ആയിരിക്കണം എന്നതാണ് വലിയ കാര്യം എന്നത് ഞാൻ മനസ്സിലാക്കി. ഷൈനി ന്യൂ എഞ്ചിൻ അപ്പോൾ എന്ത് പറഞ്ഞു, യു ആർ റൈറ്റ്, നെക്സ്റ്റ് ടൈം ഐ വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് അതേഴ്സ്. അപ്പോൾ ഷൈനി ന്യൂ എഞ്ചിന് തെറ്റ് മനസ്സിലായില്ലേ. ഇപ്പം എന്താ പറയണത്, നീ പറഞ്ഞതാണ് ശരി, തീർച്ചയായിട്ടും അടുത്ത തവണ ഞാൻ മറ്റുള്ളവരെ ഇതുപോലെ സന്ദർഭങ്ങളിൽ സഹായിക്കും എന്ന് നമ്മൾ ഷൈനി ന്യൂ എഞ്ചിൻ പറഞ്ഞു. അപ്പോൾ ലിറ്റിൽ ട്രെയിൻ എന്ത് പറഞ്ഞു, ദാറ്റ്സ് ഗുഡ്, ഹെൽപ്പിംഗ് അതേഴ്സ് മേക്സ് എവരിവൺ ഹാപ്പി. നല്ല കാര്യം, മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ എല്ലാവരും ഹാപ്പി ആകും എന്ന് നമ്മുടെ ലിറ്റിൽ ട്രെയിൻ പറയാണ്. അടുത്തത് ആക്ടിവിറ്റി 5 ആണ്. റീഡ് ദ ഫോളോയിങ് സെന്റൻസ്.
from the story and note the words underline. അപ്പോൾ ഈ താഴെ കാണുന്ന സെന്റൻസുകൾ നോക്കിയിട്ട് അണ്ടർലൈൻ ചെയ്തിട്ടുള്ള വേർഡ്സ് ശ്രദ്ധിക്കുക. The little train carried good things to eat too. Big round oranges, fat red apples, long yellow bananas, fresh cold milk and lollipops to eat after dinner. Look at the words pyramid and make more such words pyramids. അതായത് ഇവിടെ എന്തുണ്ടാക്കാനാണ് പറയണത്? പിരമിഡ്, അതായത് വേർഡ്സ് പിരമിഡ് ഉണ്ടാക്കാനാണ് പറയണത്. അതായത് ഓരോരോ വേർഡ്സ് ഫസ്റ്റ് എഴുതിയ വേർഡ് വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, രണ്ടാമതൊരു സെന്റൻസ് ഉണ്ടാക്കുന്നു. അതിലുള്ള രണ്ട് വേർഡ്സ് യൂസ് ചെയ്തിട്ടായിരിക്കണം മൂന്നാമതുള്ള സെന്റൻസ് ഉണ്ടാക്കേണ്ടത്. അതാണ് വേർഡ് പിരമിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എഴുതിയിട്ടുള്ള വേർഡ് പിരമിഡ് ഏതാണ്? കാറിന്റെയാണ് അല്ലേ? കാർ, the car, the blue car, the beautiful blue car, the big beautiful blue car. കണ്ടോ, വേർഡ്സിന്റെ നമ്പർ കൂടി വരികയാണ് അല്ലേ? അപ്പോൾ ഇതേപോലെ നമ്മൾ ഓറഞ്ചിന്റെയും ഫ്ലവറിന്റെയും എന്തുണ്ടാക്കണം? വേർഡ് പിരമിഡ് ഉണ്ടാക്കണം. ഓറഞ്ചിന്റെ നമുക്ക് എന്തൊക്കെ എഴുതാം? ഓറഞ്ച്, ദി ഓറഞ്ച്, ദി ഓറഞ്ച്. നമ്മൾ അവിടെ എസ് ചേർത്തിട്ടോ ദി ഓറഞ്ച് എന്ന് മതിയേ. ഓറഞ്ച് നല്ല ഇവിടെ എഴുതിയാൽ ദി ഓറഞ്ച് എന്ന് മതി. ഇവിടെ എസിന്റെ ആവശ്യമില്ല കേട്ടോ, ഈ എസ് ആവശ്യമില്ല. ഓറഞ്ച്. അതുപോലെ എന്ത് എഴുതണം? അടുത്തത് ദി ഓറഞ്ച് മതി. The orange. അടുത്തത് the juicy orange. Next the sweet juicy orange, the sweet juicy orange, the round sweet juicy orange. മനസ്സിലായല്ലോ? അടുത്തത് നമ്മൾ എഴുതുന്നത് ഫ്ലവറിന്റെയാണ് എഴുതുന്നത്. അപ്പോൾ ഫ്ലവർ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത് എന്ത് എഴുതാം? ദി ഫ്ലവർ എഴുതാം. അടുത്ത് എന്ത് എഴുതാം? ദി റെഡ് ഫ്ലവർ. അടുത്തത് ബ്യൂട്ടിഫുൾ റെഡ് ഫ്ലവർ. അടുത്തത് സ്മോൾ ബ്യൂട്ടിഫുൾ റെഡ് ഫ്ലവർ. കണ്ടോ, ഇതാണ് വേർഡ് പിരമിഡ് എന്ന് പറയുന്നത്. ഇത് പഠിച്ചു വെക്കുക. എക്സാമിന് തീർച്ചയായിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. പലതവണ എക്സാമിന് വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് വേർഡ് പിരമിഡ് ഉണ്ടാക്കാൻ പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ്. നെക്സ്റ്റ് ആക്ടിവിറ്റി, ആക്ടിവിറ്റി 6 ആണ്. ഇൻ ദ സ്റ്റോറി ദ ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ സേ ഐ തിങ്ക് ഐ ക്യാൻ. ആസ്ക് യുവർ ഫ്രണ്ട്സ് ഇഫ് ദേ ക്യാൻ ഡു വാട്ട് ദേ സീ ഇൻ ദ പിക്ചേഴ്സ് ഗിവൺ. റൈറ്റ് ഡൗൺ യുവർ ക്വസ്റ്റ്യൻസ് ആൻഡ് പോസിബിൾ റെസ്പോൺസസ്. അപ്പോൾ ഇവിടെ നമ്മുടെ ലിറ്റിൽ എഞ്ചിൻ എന്ത് പറയുന്നുണ്ട്? ഐ തിങ്ക് ഐ ക്യാൻ. ഞാൻ വിചാരിക്കണം എന്നെക്കൊണ്ട് പറ്റുമെന്ന് പറയുന്ന കാര്യങ്ങളെയാണ് നമ്മൾ ഐ തിങ്ക് ഐ ക്യാൻ എന്ന് പറയുക. ഓക്കെ, നമ്മൾ സാധിക്കില്ലെങ്കിൽ നമ്മൾ എന്ത് പറയും? ഐ കാൺട്ട് എന്നാണ് പറയേണ്ടത്. അപ്പോൾ ഇവിടെ ഈ കാണുന്ന ചിത്രങ്ങൾ നോക്കിയിട്ട് ഇതുമായി റിലേറ്റ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഫ്രണ്ട്സിനോട് ചോദിക്കാൻ എന്ത് ചെയ്യുന്നത്? നമ്മൾ എഴുതേണ്ടത്. അതുമായിട്ടുള്ള പോസിബിൾ ആൻസേഴ്സ് എന്താണെന്നും കൂടെ നമ്മൾ എഴുതി ചേർക്കണം കേട്ടോ. ഇവിടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ക്യാൻ യു സ്വിം? നീ നീന്തുമോ എന്നാണ് ചോദ്യം. സ്വിം ചെയ്യാൻ വെച്ചാൽ എന്താ? നീന്തുക അല്ലെ? നീന്തുമോ എന്നാണ് ചോദ്യം. അപ്പോൾ അതിന്റെ പോസിബിൾ ആയിട്ടുള്ള റെസ്പോൺസ് എന്തായിരിക്കും? ഒന്നുകിൽ എന്തായിരിക്കും? യെസ് ഐ ക്യാൻ വരാം അല്ലെ? നീന്തുന്ന ഒരാളാണെങ്കിലോ, സ്വിം ചെയ്യുന്ന ഒരാളുടെ അടുത്ത് നമ്മൾ ചോദിക്കുന്നെങ്കിൽ യെസ് ഐ ക്യാൻ. അതല്ല നീന്താൻ അറിയാത്ത ഒരാളോട് നമ്മൾ ചോദിക്കുന്നെങ്കിൽ എന്തായിരിക്കും ആൻസർ അവിടെ? നോ ഐ കാൺട്ട്. മനസ്സിലായല്ലോ? അപ്പോൾ ഇത് അടുത്ത ചിത്രം നോക്കൂ. അതുമായി റിലേറ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എഴുതാം. ക്യാൻ യു ഡാൻസ്? ഡാൻസ് ചെയ്യോ? അപ്പോൾ എന്ത് വരാം? യെസ് ഐ ക്യാൻ. അല്ലെങ്കിൽ അതാണ് കേട്ടോ ഇവിടെ. അല്ലെങ്കിൽ ഈ വര കണ്ടോ, അത് ഓറാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓർ നോ ഐ കാൺട്ട്. ഇതിൽ ഏത് വേണമെങ്കിലും ഉത്തരം വരാം അല്ലെ? ഇപ്പൊ ഡാൻസ് അറിയുന്ന ഒരാളാണെങ്കിൽ യെസ് ഐ ക്യാൻ, അറിയാത്ത ഒരാളാണെങ്കിലോ നോ ഐ കാൺട്ട് എന്ന് വരും. അടുത്തത് ക്യാൻ യു പ്ലേ ഫുട്ബോൾ? ഫുട്ബോൾ കളിക്കുമോ? യെസ് ഐ ക്യാൻ, അല്ലെങ്കിൽ നോ ഐ കാൺട്ട്. അടുത്തത് ക്യാൻ യു സിംഗ്? പാട്ട് പാടുമോ എന്ന് ചോദിക്കുകയാണെ. യെസ് ഐ ക്യാൻ, നോ ഐ കാൺട്ട്. Can you read? Yes I can. Or എന്ത് വരും? No I can't. Can you write? Yes I can. അല്ലെങ്കിൽ no I can't. കണ്ടോ? അപ്പോൾ നമ്മൾ സാധിക്കുന്ന കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും എന്ത് പറയും? യെസ് ഐ ക്യാൻ സ്വിം, യെസ് ഐ ക്യാൻ ഡാൻസ്, യെസ് ഐ ക്യാൻ സിംഗ് അല്ലേ? യെസ് ഐ ക്യാൻ വരും. അതെല്ലാം നമ്മൾക്ക് കൊണ്ട് സാധിക്കാത്തൊരു കാര്യമാണെങ്കിൽ നമ്മൾ എന്ത് വരും? തീർച്ചയായിട്ടും എസ് പറയില്ല അല്ലെ? നോ പറയും. നോ ഐ കാൺട്ട് സ്വിം, അല്ലെങ്കിൽ നോ ഐ കാൺട്ട് റീഡ് വരും, അല്ലെങ്കിൽ നോ ഐ കാൺട്ട് റൈറ്റ് അല്ലേ? അപ്പോൾ നമ്മൾ അവിടെ ഐ കാൺട്ട് ആണ് വരിക. മനസ്സിലായി? അപ്പോൾ ക്യാനും അതായത് ഐ ക്യാൻ എന്ന് പറയുന്നത് ഐ കാൺട്ട് വരുന്ന തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇവിടെ പറയുന്നത്. ക്യാൻ വരുന്നത് എവിടേക്കാണ്, കാൺട്ട് വരുന്നത് എവിടേക്കാണെന്ന് ശ്രദ്ധിച്ചു നോക്കുക. സാധിക്കുന്ന കാര്യങ്ങൾക്കാണ് നമ്മൾ ക്യാൻ പറയുക. നമ്മളെ കൊണ്ട് സാധിക്കില്ലെങ്കിൽ നമ്മളിവിടെ എന്ത് പറയണം? കാൺട്ട് എന്ന് പറയണം. മനസ്സിലായല്ലോ? അടുത്തത് ആക്ടിവിറ്റി 7 ആണ്. Shall we enact the story in the form of a skit? Discuss in groups how to perform the skit. The following questions will help you. അതായത് ഇവിടെ നമ്മൾ എന്താ ഇവിടെ പറയുന്നത്? അത് നമ്മൾ ഈ സ്റ്റോറീനെ ഒരു സ്കിറ്റായിട്ട് അവതരിപ്പിക്കാനാണ് പറയുന്നത്. അപ്പോൾ അതിന് നമുക്ക് എന്തൊക്കെ വേണം? ഒരു നാടകമായിട്ട് നമ്മൾ പെർഫോം ചെയ്യണമെങ്കിൽ എന്തൊക്കെ വേണം? വാട്ട് ആർ ദ ഇവൻറ്റ്സ് ഇൻ ദ സ്റ്റോറി? ഈ സ്റ്റോറിനെ നമ്മൾ കുറേ ഇവൻ്റ് ആക്കി മാറ്റണം. അതുപോലെ ആ ഇവൻ്റ് എവിടെ നടക്കുന്നത് എന്ന് എഴുതണം. ആരൊക്കെയാണ് ക്യാരക്ടേഴ്സ് എന്ന് വേണം അല്ലേ? ഹൂ ആർ ദ ക്യാരക്ടേഴ്സ് വേണം. വാട്ട് ഡു ദേ സേ? എന്താണ് അവർ സംസാരിക്കുന്ന ഡയലോഗ്സ് വേണം. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് ഇതെല്ലാം നമ്മളിവിടെ കറക്റ്റായിട്ട് എഴുതിയിട്ട് എന്ത് ചെയ്യാനാണ് പറയുന്നത്?
അതെ, ഒരു സ്കിറ്റ് ആയിട്ട് പ്രസന്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ വൺ ബൈ വൺ ആയി നോക്കാം. വാട്ട് ആർ ദ ഇവന്റ്സ് ഇൻ ദ സ്റ്റോറി? എന്തൊക്കെയായിരിക്കും ഇവന്റ്സ്? ദ ലിറ്റിൽ ട്രെയിൻ ഈസ് ഓൺ ഇറ്റ്സ് വേ ടു ഡെലിവർ ടോയ്സ് ആൻഡ് ഫുഡ് ടു ചിൽഡ്രൻ ഓൺ ദ അതർ സൈഡ് ഓഫ് ദ മൗണ്ടെയിൻ. രണ്ടാമത്തെ, ദ ലിറ്റിൽ ട്രെയിൻ സ്റ്റോപ്സ് അൺഎക്സ്പെക്റ്റഡ്ലി ആൻഡ് cannot മൂവ്. മൂന്ന്, ദ ടോയ് അനിമൽസ് ആൻഡ് ഡോൾസ് ട്രൈ ടു പുഷ് ദ ട്രെയിൻ ബട്ട് ഫെയിൽ. നാല്, ദ ഷൈനി ന്യൂ എഞ്ചിൻ റിഫ്യൂസ് ടു ഹെൽപ്പ്. ഇതിന്റെ അർത്ഥം എന്താ? ഷൈനി ന്യൂ എഞ്ചിൻ റിഫ്യൂസ് ടു ഹെൽപ്പ് വെച്ചാൽ ഷൈനി ന്യൂ എഞ്ചിൻ സഹായിക്കാൻ തയ്യാറായില്ല. അഞ്ച്, ദ ബിഗ് സ്ട്രോങ് എഞ്ചിൻ ഓൾസോ റിഫ്യൂസ് ടു ഹെൽപ്പ്. ബിഗ് സ്ട്രോങ് എഞ്ചിനും സഹായിക്കാൻ തയ്യാറായില്ല. ആറ്, ദ ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ എഗ്രി ടു ഹെൽപ്പ് പോലും മതി. agree to help after the toys and dolls plead for assistance. 7, the little blue engine successfully pulls the little train over the mountain. 8, the toys and dolls express their gratitude to the little blue engine. Characters ആയിരിക്കും? The little train, toy animals and dolls, the shiny new engine, the big strong engine, the little blue engine. Where do the events takes place? എവിടെയാണ് സംഭവങ്ങളൊക്കെ നടക്കുന്നത്? The journey starts on the tracks leading to the mountain. രണ്ട്, the train stops at the foot of the mountain. മൗണ്ടിന് താഴെയായിട്ടാണ് ട്രെയിൻ നിൽക്കുന്നത്. The interactions with the other engines occur on the tracks near the mountain. നാല്, the climb and descent of the mountain. ഡയലോഗ്സ് എന്താണെന്നുള്ളത് നമ്മുടെ ചാപ്റ്ററിൽ തന്നെ ഉണ്ട് കേട്ടോ. നമ്മുടെ ചാപ്റ്ററിൽ തന്നെ ഓരോ, അതായത് എന്താണ് ഷൈനി ന്യൂ എഞ്ചിൻ പറയണത്, എന്താണ് ക്ലൗൺ പറയണത്, എന്താണ് നമ്മുടെ ഡോൾസ് എന്താ പറയണത്, അതുപോലെ തന്നെ നമ്മുടെ ബിഗ് സ്ട്രോങ് എഞ്ചിൻ പറയുന്നത് എല്ലാം കറക്റ്റ് ഡയലോഗ്സ് ആയിട്ട് നമ്മുടെ ചാപ്റ്ററിൽ തന്നെ ഉണ്ട്. അപ്പം ചാപ്റ്റർ റീഡ് ചെയ്താൽ മതി. നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ ചാപ്റ്റർ റീഡിംഗ് ക്ലാസ് കണ്ടാലും മതി കേട്ടോ. നമ്മൾ വൺ ബൈ വൺ ആയിട്ട് മലയാളത്തിലും കൂടെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എളുപ്പമായിട്ട് ഡയലോഗ് എഴുതാം. എഴുതുന്ന സമയത്ത് ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ ഇന്നത് പറയുന്നു, അടുത്തത് ആര് പറയുന്നു, അവരുടെ പേരെഴുതുക, അവർ പറഞ്ഞ ഡയലോഗ് എഴുതുക, അങ്ങനെ എഴുതിയാൽ മതി. ചാപ്റ്ററിലുണ്ട്, എല്ലാ ഡയലോഗ്സും ഉണ്ട്. അപ്പം നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ ക്ലാസ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായി കാണുന്നു കരുതുന്നു, എല്ലാവർക്കും മനസ്സിലായി കാണുന്നു കരുതുന്നു. ക്ലാസ് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാർക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള ചാപ്റ്റേഴ്സ് നമ്മൾ വരും ക്ലാസ്സുകളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.